ജീവിതത്തിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബന്ധമാണ് ഫ്രണ്ട്ഷിപ്പ്. ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പരസ്പരം വഴക്കുണ്ടാക്കിയും കുറുമ്പ് കാട്ടിയും കളിച്ചും ചിരിച്ചും ഒരേ പാത്രത്തിൽ നിന്ന് ഊണ് കഴിച്ചും നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെത്താനെ ബിൽഡ് ചെയ്യുകയാണല്ലേ. നമ്മൾ സ്വമേധയാ തിരഞ്ഞെടുക്കുന്ന കുറച്ച് പേര് പിന്നീട് അവർ നമ്മുടെ ജീവിതത്തിന്റെ എല്ലായി മാറും. അപ്പോൾ അങ്ങനെ 40 കൊല്ലം മുമ്പ് കണ്ടുമുട്ടിയ ഈ 6 പേരുടെ വളരെ കാലത്തെ ആഗ്രഹം യാഥാർത്ഥ്യമായ ഒരു ട്രിപ്പാണിത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഭൂമിയിലെ സ്വർഗത്തിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ കാശ്മീർ ട്രിപ്പിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് കാണാം. ഓരോ ആളുകൾ ഓരോ സ്ഥലത്തായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ശ്രീനഗർ എയർപോർട്ടിലാണ് മീറ്റ് ചെയ്തത്. ചെന്ന ദിവസം ഞങ്ങൾ താമസിച്ചത് കാശ്മീരിലെ ദാൽ ലേക്കിൽ ഒരു ഹൗസ് ബോട്ടിലായിരുന്നു. കുറേ നാളത്തെ പ്ലാനിങ്ങും ഒക്കെ ആയിട്ടുള്ള ഈ ട്രിപ്പ് ഇനി വരാൻ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. മാത്രമല്ല എല്ലാവരും കണ്ടിട്ട് കുറേ കാലവും ആയല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ ശരിക്കും ട്രൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണുമോ, ഫോൺ ചെയ്യുമോ, അല്ലെങ്കിൽ കത്തയക്കുകയോ, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ, ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് ചെയ്യോ, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. എത്ര കാലം കഴിഞ്ഞ് എവിടെ വെച്ച് കണ്ടാലും നമുക്ക് ആ പഴയ കണ്ടിന്യൂറ്റി നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല. അങ്ങനെ ഒരു ബോണ്ടിങ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഈ ഹൗസ് ബോട്ടിലാണ് താമസിച്ചത്. ചെറിയ മഴയുണ്ടായിരുന്നെങ്കിലും വളരെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അന്ന്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹൗസ് ബോട്ട്. ഈ ഹൗസ് ബോട്ടിലിരുന്ന് വരാന്തയിൽ ചായയും കുടിച്ച് എത്ര വർത്തമാനം പറഞ്ഞിട്ടും നമുക്ക് ആർക്കും തീരാത്തത്രയും വിഷയങ്ങളും കാര്യങ്ങളും ആയിരുന്നു. പിന്നീട് ഞങ്ങൾ കുറച്ച് ഈ ഡാൽ ലേക്കിൽ ഒരു ഷിക്കാര റൈഡ് പോലെ പോയി. അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് പേർച്ചേസൊക്കെ അവിടെ കുറേ പേര് ഷോളും ഡ്രസ്സുകളും ഒക്കെ കൊണ്ടുവന്നു. അതൊക്കെ പേർച്ചേസ് ചെയ്തു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ രാവിലെ എണീറ്റ് അവിടെ തന്നെ ഇങ്ങനെ ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് തന്നെ ഞങ്ങൾ പോയത് ശങ്കരാചാര്യരുടെ ഒരു ടെമ്പിളിലേക്കാണ്. അത് കുറച്ച് ദൂരം പോകണം, ബസ്സിലാണ്. അപ്പം ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങളുടെ കൂടെ 10-20 പേര് വേറെ ഉണ്ടായിരുന്നു. ഇതാണ് ശങ്കരാചാര്യ ടെമ്പിൾ. നല്ല മഴയായിരുന്നു. 10-200 സ്റ്റെപ്പ് കയറാനും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവിടം വരെ വന്നിട്ട് ശങ്കരാചാര്യ ടെമ്പിൾ കാണാതെ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും മുകളിൽ കയറി. നെക്സ്റ്റ് ഡേ പിന്നെ ഞങ്ങൾ പോയത് പെഹൽഗാമിലേക്കാണ്. അന്ന് നല്ല മഞ്ഞ് മഴയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. കാലനക്കാൻ പറ്റുന്നില്ല, മുട്ടുവേദന ഒക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ തന്നെ അറിയാതെ ഞങ്ങൾ പണ്ടത്തെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയ പോലെ തോന്നി. സ്നോഫോളും മഴയും തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ ജീപ്പിലായതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിർത്താനും വേണ്ട ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ സാധിച്ചു. ഈ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭൂമിയിലെ സ്വർഗം ഇതാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നി. അത്രയ്ക്കും സുന്ദരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്.
നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ മഞ്ഞ് മൂടിയ മലകളും അതിന്റെ താഴ്വാരത്ത് കുറച്ച് വീടുകളും പിന്നെ മുമ്പിൽ കൂടി ഒഴുകുന്ന അരുവിയും ഒക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. നമ്മൾ ഓരോ ഇന്ത്യക്കാരും ഈ കശ്മീരിന്റെ ഈ ഒരു ഭംഗി കാണാതെ പോവരുത്. അവിടെയാണല്ലോ ഈ ടെററിസ്റ്റ് അറ്റാക്കും അതും ഒക്കെ നടക്കുന്നതെന്ന് ഓർത്തിട്ട് ശരിക്കും വളരെയധികം പ്രയാസം തോന്നി. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റേജിലും ഓരോ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടും അല്ലേ? പക്ഷേ കുട്ടിക്കാലത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വയം ഫ്രീഡം ഉണ്ട് അല്ലേ? ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ആരും ഉണ്ടാക്കിയതല്ല, അതങ്ങനെ തന്നെ ഉണ്ടായതാണ്. പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് ഡേ ഞങ്ങൾ ശ്രീനഗറിൽ തന്നെ കുറേ ഗാർഡൻ കാണാനും അങ്ങനെയൊക്കെയായിരുന്നു പോയത്. ടൂലിപ്പ് ഗാർഡൻ ഒക്കെ കാണാൻ പറ്റി, മുഗൾ ഗാർഡൻ, അങ്ങനെ കുറേ ഗാർഡൻസ് എല്ലാം കണ്ടു. വെതർ മോശമായതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ അവിടെ പറ്റിയില്ല. പക്ഷേ ഈ ട്രിപ്പ് ഞങ്ങൾ സ്ഥലം കാണാൻ വേണ്ടി മാത്രമല്ല ഉദ്ദേശിച്ചിരുന്നത്, നമ്മുടെ എല്ലാവരുടെയും കൂടെയുള്ള ആ ഒരു മോമെന്റ്സ് അതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. മഞ്ഞും മലകളും പൂക്കളും തടാകങ്ങളും എല്ലാം ഒന്നിച്ച് കാണാൻ പറ്റിയ ഒരു സ്വർഗം തന്നെയാണ് കാശ്മീർ. ഏതൊരു ജേണിയും മെമ്മറബിൾ ആക്കുന്നത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളല്ല, പക്ഷെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരാണെന്ന് പറയാറില്ലേ, അത് വളരെ ശരിയാണ്. ഇന്നത്തെ കുട്ടികളെ പോലെ സോളോ ട്രിപ്പിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ തോന്നുമ്പോഴൊക്കെ ട്രിപ്പ് അടിക്കാനോ അല്ലെങ്കിൽ ഒരു കഫേയിൽ പോയി കാപ്പ കുടിക്കാനോ ഒന്നും പറ്റാതിരുന്ന അന്ന് ആ ഒരു സാഹചര്യം ഇല്ലായിരുന്ന കാലത്തായിരുന്നു ഞങ്ങളൊക്കെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചത്. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഒരു ട്രിപ്പ് നമ്മുടെ വളരെ വലിയൊരു മോഹമായിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യം ആയപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഈ സമയത്ത് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മ വന്നു. 1 book ഈസ് ഈക്വൽ ടു 100 ഫ്രണ്ട്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബട്ട് 1 ഗുഡ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു എ ലൈബ്രറി. ആ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും വളരെ സമ്പന്നരാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും വളരെ നല്ല നല്ല ഓർമ്മകളോടു കൂടി എല്ലാവരും അവരവരുടെ ജോലി തിരക്കിലേക്കും പ്രാരാബ്ധങ്ങളിലേക്കും ഒക്കെ തിരിച്ചുപോയി. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കൂടെ കശ്മീർ യാത്രയ്ക്ക് വന്ന എല്ലാവർക്കും വളരെ നന്ദി. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.